ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആത്മീയമായ നോമ്പുകാലത്തിൻ്റെ ഈ പരിശുദ്ധ യാത്ര ഇനി ആത്മീയമായ പുണ്യദിനങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുകയാണ്. ആഘോഷമായ ജെറുസലേം പ്രവേശനത്തിൻ്റെയും ആദരപൂർവം അപ്പോസ്തലന്മാരുടെ പാദങ്ങൾ കഴുകി അവർക്കായി തൻ്റെ ജീവൻ പങ്കിട്ടു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലും, കാൽവരിയോളം കരുണ കാട്ടുന്ന കാരുണ്യവാനായ കർത്താവിൻ്റെ ഏറ്റവും സഹനപൂരിതമായ കുരിശുമരണവും ഏറ്റവും ഒടുവിൽ പ്രതീക്ഷ നൽകുന്ന ഉദ്ധാനവുമൊക്കെ ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുകയാണ്. ഇത് ഓശാന പാടുന്ന അനുഗ്രഹത്തിൻ്റെ ദിനത്തിന് നന്ദി കുറിക്കുന്നു. കൈകളിൽ ഏന്തിയ ഒലിവുശാഖയും വഹിച്ച് വരുവാനിരിക്കുന്ന രക്ഷകനെ തിരിച്ചറിഞ്ഞ് നീയാണിനി ഞങ്ങളെ രക്ഷിക്കേണ്ടവനെന്ന് കൃത്യമായി ബോധ്യത്തോടെ വിളിച്ചു പറഞ്ഞ മനുഷ്യരെ നമ്മൾ വീണ്ടും ഇങ്ങനെ സ്മരിക്കുകയാണ്. ഓശാന രക്ഷിക്കണമേ എന്നൊരു പദത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. രക്ഷിക്കുവാൻ കഴിവുള്ളവൻ്റെ പാദങ്ങളിൽ ജീവിതം സമർപ്പിക്കുകയാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കട്ടെ. നമ്മുടെ ബലഹീനതകളുടെ മേൽ അവൻ ബലം രൂപപ്പെടുത്തട്ടെ. നമ്മുടെ കഠിനതകൾക്ക് മേൽ കാരുണ്യമുണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് മേൽ പ്രതീക്ഷകൾ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ എനിക്ക് ഒരു രക്ഷകനുണ്ട്, എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനുണ്ടെന്ന് ആഘോഷത്തോടെ ആത്മാർത്ഥതയോടെ വിളിച്ചോതുവാൻ സാധിക്കുന്ന ഒരു ദിവസത്തിൻ്റെ ഓർമ്മയാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ഓശാന പാടുന്നവർ ഒരു പരിഹാസ വിഷയമായി മാറപ്പെടുന്നില്ലേ? ആത്മാർത്ഥതയില്ലാത്ത പദപ്രയോഗമായിട്ടോ അല്ലെങ്കിൽ കൃത്യമായ ബോധ്യങ്ങളില്ലാതെ സുഖിപ്പിക്കുന്ന വാക്കുകളിലേക്കൊക്കെ വിരൽ ചൂണ്ടി പോകുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഓശാന പാടിയെതിരേറ്റവരെല്ലാം ഓടി ഒളിച്ചിരിക്കുന്നുവെന്നൊരു പദപ്രയോഗം കാതുകളിൽ പതിക്കുന്നില്ലേ? കൂടെ നിന്നവരും ശക്തമായി അവന് വേണ്ടി വാദിച്ചവരും അവന് വേണ്ടി ജയ് വിളിച്ചവരുമൊക്കെ ഇപ്പോൾ എവിടെയെന്ന ചിന്ത. ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അനർത്ഥങ്ങൾ അതുതന്നെയാണ്. ഉണ്ടാകുമെന്ന് കരുതിയവരും കൂടെ നിൽക്കുമെന്ന് മനസ്സിലാക്കിയവരുമൊക്കെ മനപ്രയാസം നൽകി കടന്നു പോകുമ്പോഴൊക്കെ ഈ ഒരു ചിന്തകൾ വല്ലാതെ വേദനിപ്പിക്കുന്നില്ലേ? കാൽവരിയിലേക്കുള്ളൊരു ക്ഷണമുണ്ട്, കാരുണ്യമാകുവാനൊരു ക്ഷണമുണ്ട്. അതിനി ഒരു വലിയ പ്രതീക്ഷയായി രൂപപ്പെടുവാനുള്ള വിളിയായി രൂപപ്പെടുകയാണ്. സഹനങ്ങളില്ലാതെ, ത്യാഗങ്ങളില്ലാതെ എന്തുദ്ധാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക? ഓശാന രക്ഷിക്കണമേ എന്നുള്ളൊരു വാഴ്ത്തുപാട്ടായി മാറപ്പെടുകയാണ്. അവർ കൃത്യമായി അവരുടെ മനസ്സിൽ വിശ്വാസം രൂപക്കൊണ്ട് വരുവാനിരിക്കുന്നവൻ്റെ ലാളിത്യത്തെ തിരിച്ചറിയുകയാണ്. പ്രതാപം പറയുവാനുണ്ടെങ്കിലും പ്രതാപങ്ങളൊന്നുമില്ലാതെ ഇതാ ഒരു കഴുതപ്പുറത്ത് കടന്നു വരുന്ന മഹത്വമുള്ള മനുഷ്യനെ അവർ എത്ര വിനയത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് കൈമുതലായി ഉള്ളതെല്ലാം ആ കാൽ കീഴിൽ അവർ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ മനുഷ്യരായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അത് തന്നെയല്ലേ? എന്താണോ നമ്മളെന്തായിരിക്കുന്നുവോ അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടട്ടെ. എന്നിട്ട് വിശ്വാസത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്കും വിളിക്കാം, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്കു വേണ്ടി ഈ ഭൂമുഖത്തെ സ്പർശിച്ച ദൈവമേ, ഇനി ഞങ്ങളെ സ്പർശിച്ച് നീ കടന്നു പോകണമേ. ആ വഴിയോരങ്ങളൊക്കെ എത്ര ആനന്ദദായകമായിട്ടുണ്ടാവാം. അനുഗ്രഹം കൊണ്ട് അവർ എത്രമാത്രം ആനന്ദം അനുഭവിച്ചിട്ടുണ്ടാവാം. ഇന്നും കുരുത്തോലകളോ ഒലിവുശാഖകളോ കയ്യിലെടുക്കുമ്പോഴൊക്കെ ചാഞ്ഞും വീണും പോകുന്ന മനുഷ്യരായി മാറപ്പെടുന്ന നമ്മളൊക്കെ ഒന്നുകൂടി ബലപ്പെടുവാനുള്ള ഓർമ്മപ്പെടുത്തല. നിന്നെ വിളിക്കുന്ന നാവ് എന്നും നിന്നെ വിളിക്കുവാനും, നിന്നെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് എന്നും നിന്നെ സ്തുതിക്കുവാനും, അത് മാറ്റിപ്പറയാതിരിക്കുവാനും, തെറ്റിദ്ധരിക്കാതിരിക്കുവാനും, തെറ്റിച്ച് കളയാതിരിക്കുവാനും ഇടവരരുതേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഓശാന.